വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത്. നാളെ സർവകക്ഷി യോഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആലോചിക്കും. സംസ്ഥാനത്ത് ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 2 ലക്ഷത്തിന് അടുത്തെത്തി. തിരുവനന്തപുരത്ത് ഇന്ന് വാക്സിനേഷൻ ഇല്ല. രോഗികളുടെ എണ്ണം ഉയരുന്ന പശ്ചാത്തലത്തിൽ ആശുപത്രി സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും നടത്തുന്നത്. പള്ളികളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഞായറാഴ്ച കുർബാനകളും പ്രാർത്ഥനകളും. പള്ളികളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന നിർദ്ദേശവുമായി ക്രൈസ്തവ സഭകൾ ഇന്നലെ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് SS ശരണും കൊച്ചിയിൽ നിന്ന് ഡാനി പോളും കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തും ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് SS ശരണിലേക്ക് പോവുകയാണ്. ശരണ്, കഴിഞ്ഞ ദിവസത്തേതുപോലെ കർശനമായ പരിശോധനകളും നിയന്ത്രണങ്ങളും തന്നെയാണോ ഇന്നും? ഗോപിക, തീർച്ചയായിട്ടും വാരാന്ത്യ നിയന്ത്രണങ്ങളുടെ 2ാം ദിനത്തിലും കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇന്നലെ ഏത് രീതിയിലായിരുന്നോ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത് അതിന് സമാനമായ നിയന്ത്രണങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാകെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന കിഴക്കേക്കോട്ട ഇവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നത് വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ നിരത്തിലുള്ളൂ. ഒപ്പം തന്നെ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് വരും മണിക്കൂറുകളിലായിരിക്കും പോലീസിന്റെ ഈ വാഹന പരിശോധന, അതായത് വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയുള്ള പരിശോധന ശക്തമാക്കുക. ഏതായാലും അതിന് മുന്നോടിയായിട്ട് പോലീസ് കൃത്യമായ നിരീക്ഷണം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് നഗരത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. വളരെ ജാഗ്രതയോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ അത് പ്രകടമായിരുന്നു. കാരണം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപ്രവാഹത്തിന് മുകളിലാണ് നമ്മൾ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അത് കേരളത്തിന്റെ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ വാരാന്ത്യ നിയന്ത്രണങ്ങൾ കർശനമായി തുടർന്നുകൊണ്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നും അവശ്യ സർവീസുകൾക്ക് മാത്രമേ അനുമതി ഉണ്ടാവുകയുള്ളൂ. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അത്യാവശ്യ സർവീസുകൾക്കായിട്ട് നിരത്തിലിറങ്ങുന്നവർ ഇന്നും ഈ സത്യപ്രസ്താവന കരുതണമെന്നുള്ള കാര്യമാണ്. സത്യപ്രസ്താവന ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസ് കടത്തിവിടില്ല, അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ ഹോട്ടലുകളും ഒപ്പം അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമേ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. ഹോട്ടലുകളിലടക്കം ആളുകൾക്ക് പോയി ഭക്ഷണം വാങ്ങാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സത്യപ്രസ്താവന അടക്കം കരുതിയില്ല എന്നുണ്ടെങ്കിൽ പോലീസിന്റെ നടപടി ഉണ്ടാകുമെന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം ജില്ലയിലും കോവിഡ് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെയും പ്രതിദിന കേസുകളുടെ എണ്ണം വീണ്ടും 2000 കടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ 2000-ലധികം കേസുകളാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് 6 CFLTCകൾ പുതിയതായി ഒരുക്കാനാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മറ്റ് ശസ്ത്രക്രിയകൾ എല്ലാം, അടിയന്തരമായിട്ടുള്ള മറ്റ് ശസ്ത്രക്രിയകളെല്ലാം നിർത്തിവെച്ച് കൂടുതൽ കോവിഡ് കേസുകൾക്ക് പ്രാധാന്യം നൽകണമെന്നൊരു നിർദ്ദേശവും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 1400 കിടക്കകൾ കോവിഡ് രോഗികൾക്കായി ഒരുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് കർശന നിയന്ത്രണങ്ങളുമായി പോലീസും സർക്കാരും മുന്നോട്ട് പോകുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ പോലീസിന്റെ പരിശോധന കർശനമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപിക, ശരി. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുകയാണ്. ഡാനി, കൊച്ചിയിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ജനങ്ങൾ പൂർണ്ണമായും നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. പള്ളികളിലെ പ്രാർത്ഥനകൾ ഒക്കെ ഏത് തരത്തിലാണ്? ഗോപിക, ഇന്നലെയും പൂർണ്ണമായും തന്നെ ജനങ്ങൾ സഹകരിച്ചിരുന്നു. ഇതിൽ മറ്റിടങ്ങളിൽ വരുന്നവർ, അതായത് നഗരത്തിൽ ഉള്ളവർ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇന്നലെ കുറവായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചി വഴി കടന്നു പോകുന്നവർ അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് എത്തുന്നവർ എന്ന രീതിയിലായിരുന്നു ഇന്നലെ കൂടുതലായും ആളുകൾ എത്തിയിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും അതും കൂടി ഇന്ന് നിയന്ത്രിക്കപ്പെടും. ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇന്നലെ കടകൾ അടഞ്ഞുകിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ സർക്കാർ നിയന്ത്രണത്തോടെയുള്ള സ്ഥലങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സേവനങ്ങൾ, പോലീസ് വലിയ രീതിയിലുള്ള ഒരു പരിശോധനയും മറ്റും തുടരുന്നതിനാൽ ആളുകൾ വളരെ കുറച്ച് മാത്രമാണ് ഇന്നലെ, സാധാരണ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ആളുകളെ നഗരത്തിൻ്റെ നിരത്തുകൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. കാരണം വലിയ രീതിയിലുള്ളൊരു പരിശോധന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട്
ആ രീതിയിൽ ആളുകൾ പുറത്തേക്ക് വന്നില്ല. അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഞായറാഴ്ചയാണ്, സ്വാഭാവികമായും കുറേ പേർ കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച കരുതുന്നത്. പക്ഷേ ഈ നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ പൊതുവെയും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടായി വരുന്നു. കാരണം അത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ച്, ആ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടം കൂടലും മറ്റും ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. നിരത്തുകൾ ശൂന്യമാണ്. പൊതുഗതാഗതവും മറ്റും മാത്രമാണ് ഏതാണ്ട് നടക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ സർവീസുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അത് പരീക്ഷകൾ നടക്കുന്നു, മറ്റ് ഓഫീസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കുറച്ച് യാത്രക്കാരെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയത്. പക്ഷേ ഇന്ന് അതുപോലും ഉണ്ടാകില്ല എന്ന സൂചനകളാണ് തുടക്കത്തിൽ തന്നെ ലഭിക്കുന്നത്. അതോടൊപ്പം ഞായറാഴ്ചകളിൽ പള്ളികളിലെ കുർബാനകളിൽ കർശനമായ നിയന്ത്രണങ്ങൾ ക്രൈസ്തവ സഭയും യാക്കോബായ സഭയും ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ അത് സംബന്ധിച്ച് സർക്കുലറുകൾ എത്തിയിരുന്നു. ഇതനുസരിച്ച് തന്നെയാണ് പള്ളികളിൽ ഇപ്പോൾ കുർബാന നടക്കുന്നത്. നിയന്ത്രിതമായ ഒരു വിശ്വാസ സമൂഹം മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വളരെ നേരത്തെ അത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ആരാധനാലയങ്ങൾ തുറക്കാമെന്ന നിബന്ധനകൾ വന്നപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഒരു ചെറിയ വിശ്വാസ സമൂഹം പള്ളികൾക്കകത്തേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. അതനുസരിച്ച് മാത്രമാണ് ഇപ്പോൾ പള്ളികളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നുള്ളൂ. കൂടുതൽ പേരും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക തന്നെയാണെന്ന് എടുത്ത് പറയേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈൻ കുർബാനകളും വീണ്ടും ഡാനി, കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത് കൂടി ചേരുകയാണ്. അശ്വിൻ, തിരുവനന്തപുരത്തും കൊച്ചിയിലും നിരത്തുകൾ ശൂന്യമാണ്. ആൾക്കാരെല്ലാം തന്നെ വീട്ടിലിരിക്കുന്ന ഒരു കാഴ്ച. കോഴിക്കോട്, വടക്കൻ കേരളത്തിലെ സ്ഥിതി എന്താണ്? ഗോപിക, കോഴിക്കോടും ഇതുതന്നെയാണ് സ്ഥിതി. ഇന്നലെ ഏതാണ്ട് ലോക്ക്ഡൌണിന് സമാനമായ അന്തരീക്ഷം തന്നെയായിരുന്നു. കടകൾ ഒന്നും തന്നെ തുറന്നില്ല. അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള കടകൾ മാത്രമാണ് തുറന്നത്. അതേപോലെ ആളുകൾ നഗരത്തിലേക്ക് എത്തിയത് വളരെ കുറവായിരുന്നു. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിലും ഈ നിയന്ത്രണം കർശനമായി പാലിക്കപ്പെട്ടു. അത്തരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി കോഴിക്കോട് ജില്ലയിലെ കോവിഡ് കേസുകൾ കുതിച്ചു വരികയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ആളുകളിലും ഒരു അവബോധം ഉണ്ടാകുന്നു എന്നതിന്റെ സൂചന തന്നെയാണിത്. മാത്രമല്ല, പോലീസ് എല്ലായിടത്തും കർശനമായ നടപടികൾ എടുക്കുന്നുണ്ട്. ഇന്നലെ മാത്രം 60-ലധികം 61 കേസുകൾ കോഴിക്കോട് ജില്ലയിലാകെ എടുത്തു. 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഇന്ന് കുറെ കൂടി കർശനമായ നടപടികൾ ഉണ്ടാവുമെന്നാണ് ജില്ലാ പോലീസ് അറിയിക്കുന്ന ഒരു വിവരം. കാരണം എല്ലായിടത്തും കർശനമായ പരിശോധന ഉണ്ടാവും. കൃത്യമായ കാരണത്തിനല്ലാതെ പുറത്തിറങ്ങുന്നവരാണെങ്കിൽ ഇന്നലെ ഫൈൻ ഈടാക്കി തിരിച്ചുവിടുകയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇന്ന് പക്ഷേ വാഹനം പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള ലോക്ക്ഡൌണിൽ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള നടപടികൾ. വാഹനം പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ ഇന്നുണ്ടാവും എന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യത കുറവാണ്. ഇന്നലെ ഈ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരമൊക്കെ ഏതാണ്ട് ഒരു ഹർത്താലിന്റെ പ്രതീതിയായിരുന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. യാത്രക്കാരുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടുകൂടി ഒട്ടുമിക്ക ബസ് സർവീസുകളും അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കോഴിക്കോട് ഒരു കോവിഡ് സാഹചര്യം വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കാരണം ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26% അതിന് മുൻപിലത്തെ ദിവസം 23%. ഇങ്ങനെ ഓരോ ദിവസവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല 3761 രോഗികൾ ഇന്നും ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് എസ് ശരണും കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോളും കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തും നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ ക്ഷാമം തുടരുന്നു. ഓക്സിജൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി. സിംഗപ്പൂരിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും വ്യോമമാർഗം ഇന്ത്യയിലേക്ക് ഓക്സിജൻ എത്തിച്ചു. അതേസമയം രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 3.5 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. ഓക്സിജൻ ക്ഷാമത്തിൽ വലയുന്ന ഡൽഹിയിലെ ആശുപത്രികളിൽ നിന്നുള്ള കാഴ്ചകൾ ഹൃദയഭേദകമാണ്. ഉറ്റവർക്ക് പ്രാണവായുവിനായി നെട്ടോട്ടമോടുകയാണ് ജനങ്ങൾ. പലയിടത്തും ഓക്സിജൻ സ്റ്റോക്ക് തീരുമ്പോൾ നിസ്സഹായരായി മാറുന്നു ആശുപത്രി അധികൃതർ. ഡൽഹിയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 50ഓളം പേരാണ് ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിച്ചത്. ഓക്സിജൻ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിമാർക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കത്തെഴുതി. ഡൽഹിക്ക് പുറമെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്ഥിതി ഗുരുതരമാവുകയാണ്. ഓക്സിജൻ ക്ഷാമം രൂക്ഷമാകുന്നതിനിടെ സിംഗപ്പൂരിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും രാജ്യത്ത് ഓക്സിജൻ എത്തിച്ചു. സിംഗപ്പൂരിൽ നിന്ന് വ്യോമസേനയുടെ C-17 വിമാനത്തിലാണ് 4 കണ്ടെയ്നറുകൾ ബംഗാളിലെ പനഗഡിൽ എത്തിച്ചത്. സ്പൈസ് ജെറ്റിന്റെ ചരക്ക് വിമാനം വഴി 800 ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സും എത്തിച്ചു. 10,000 ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സും വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചു. ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിനായി ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഓക്സിജന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ഇറക്കുമതി തീരുവയും സെസ്സും കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓക്സിജനായി പരക്കം പായുമ്പോൾ കേരളത്തിൽ സാഹചര്യം വ്യത്യസ്തമാണ്. ഉൽപാദനവും ദൈനംദിന ആവശ്യവും വച്ചു നോക്കുമ്പോൾ ഓക്സിജൻ മിച്ചമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. അയൽ സംസ്ഥാനങ്ങൾക്കും കേരളം ഓക്സിജൻ നൽകുന്നുണ്ട്. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഓക്സിജൻ ഉൽപാദനം പ്രതിദിനം 199 മെട്രിക് ടൺ ആണ്. കോവിഡ് രോഗികൾക്ക് സംസ്ഥാനത്ത് ദിവസവും ആവശ്യമായ ഓക്സിജന്റെ അളവ് 35 മെട്രിക് ടൺ. കോവിഡ് ഇതര രോഗികൾക്ക് ഇത് 45 മെട്രിക് ടൺ ആണ്. പ്രതിദിനം 149 മെട്രിക് ടൺ ഉൽപാദനശേഷിയുള്ള ഐനോക്സ്, 7 മെട്രിക് ടൺ ഉൽപാദനശേഷിയുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, 11 മെട്രിക് ടൺ ഉൽപാദനശേഷിയുള്ള പ്രാക്സിയർ എന്നിവയാണ് കേരളത്തിലെ പ്രധാന ഓക്സിജൻ ഉൽപാദകർ. ഇതുകൂടാതെ 11 എയർ സർക്കുലേഷൻ യൂണിറ്റുകളുമുണ്ട്. ഇവിടങ്ങളിലായി 523.83 മെട്രിക് ടൺ ഓക്സിജനാണ് സ്റ്റോക്കുള്ളത്. നിലവിൽ കേരളത്തിലെ പ്രതിദിന ഉപയോഗം കഴിഞ്ഞാലും ധാരാളം ഓക്സിജൻ മിച്ചമുണ്ട്. ഏകദേശം കേരളത്തിലെ 76 മെട്രിക് ടൺ തൊട്ട് 110 മെട്രിക് ടൺ വരെയാണ് ലിക്വിഡ് ഓക്സിജൻ ഉപയോഗവും ഫിൽഡ് സിലിണ്ടേഴ്സിലെ ഈ സിലിണ്ടറിൽ സപ്ലൈ ചെയ്യുന്ന 40.97 മെട്രിക് ടൺ ആണ് 97. ഈ തരുണത്തിൽ ഇപ്പോൾ കേരളത്തിന് ലഭ്യമായ ഓക്സിജന്റെ അളവ് വളരെയധികം പര്യാപ്തമാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വരുന്ന ദിവസങ്ങളിലും ഞങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. തമിഴ്നാട്, കർണാടക, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് കേരളം ഓക്സിജൻ നൽകുന്നുണ്ട്. ആശുപത്രികളിലെ ഓക്സിജന്റെ അളവ് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ പരിശോധിച്ചു വരുന്നു. കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയാലും ആവശ്യത്തിന് ഓക്സിജൻ ലഭ്യമാകുമെന്നാണ് പെസോ വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. വിലയെ ചൊല്ലി വിവാദം നിലനിൽക്കെ കോവാക്സിന് ഏറ്റവും ഉയർന്ന വില പ്രഖ്യാപിച്ച് ഭാരത് ബയോടെക്. സംസ്ഥാന സർക്കാരുകൾക്ക് 600 രൂപയും സ്വകാര്യ ആശുപത്രികൾക്ക് 1200 രൂപയുമാണ് ഡോസിന് പ്രഖ്യാപിച്ചത്. കോവിഷീൽഡിന് പ്രഖ്യാപിച്ച വിലയിൽ മാറ്റമില്ല എന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും വ്യക്തമാക്കിയതോടെ പ്രതിഷേധം ഇനിയും ശക്തമാകും. കോവിഷീൽഡിന് പുറമെ കോവാക്സിനും ഉയർന്ന വില കൊടുത്ത് സംസ്ഥാനങ്ങൾക്ക് വാങ്ങേണ്ടി വരും. സംസ്ഥാനങ്ങൾക്ക് ഡോസിന് 600 രൂപ, സ്വകാര്യ ആശുപത്രികൾക്ക് 1200 രൂപ എന്നിങ്ങനെയാണ് നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് വില പ്രഖ്യാപിച്ചത്. ഉൽപ്പാദിപ്പിക്കുന്ന 50% കേന്ദ്ര സർക്കാരിന് ഡോസ് ഒന്നിന് 150 രൂപ നിരക്കിൽ നൽകും. കേന്ദ്രത്തിന്റെ സഹായത്തോടെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. സംസ്ഥാനങ്ങൾക്ക് 400 രൂപയ്ക്കും സ്വകാര്യ ആശുപത്രികൾക്ക് 600 രൂപ നിരക്കിലും കോവിഷീൽഡിന് വില നിശ്ചയിച്ചത് വിവാദമായിരുന്നു. കോവിഷീൽഡിന്റെ നിരക്കിൽ മാറ്റം വരുത്തില്ലെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ വാക്സിൻ നൽകുന്നതെന്നാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാദം. സൗജന്യമായി രാജ്യത്ത് വാക്സിൻ നൽകണമെന്ന് സംസ്ഥാനങ്ങൾ ശക്തമായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ആകെയുള്ള 2 വാക്സിനും ഉൽപ്പാദകർ ഉയർന്ന വില പ്രഖ്യാപിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സർക്കാരിന്റെ വാക്സിൻ ചലഞ്ചിനോട് മികച്ച പ്രതികരണം. 4 കോടിയോളം രൂപയാണ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുതും വലുതുമായ സംഭാവനാ പ്രവാഹം. സോഷ്യൽ മീഡിയയിലെ ആഹ്വാനത്തിന് പിന്നാലെ വാക്സിൻ ചലഞ്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതോടെ മികച്ച പ്രതികരണം. തന്റെ സേവിംഗ് അക്കൗണ്ടിലുള്ള 2,850,000 രൂപ, അതിൽ നിന്ന് 2 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണമെന്ന ആവശ്യവുമായി ബാങ്കിലെത്തുകയാണ്. ഇങ്ങനെ എത്തിയ ആള് ഒരു സാധാരണ ബീഡി തൊഴിലാളിയുമാണ്. അപ്പോൾ ബാങ്കിലെ ജീവനക്കാർക്ക് സ്വാഭാവികമായൊരു സംശയം, ആകെയുള്ള സമ്പാദ്യമാണിത്, ഏറെക്കുറെ എല്ലാം കൈമാറുകയാണ്. സഹോദരങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല തൻ്റെ സമ്പാദ്യം എന്നാണ് അദ്ദേഹം ആ ജീവനക്കാരോട് പറഞ്ഞത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംഭാവനകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുകയാണ്. 1.5 കോടിയിലേറെ രൂപയാണ് ഇന്നലെ മാത്രം ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റു ജനപ്രതിനിധികളും സംഭാവനകൾ നൽകി മാതൃകയായി. എഴുത്തുകാരൻ ടി പത്മനാഭൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും വാക്സിൻ ചലഞ്ചിന്റെ ഭാഗമായി. വാക്സിൻ ചലഞ്ചിന്റെ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും എത്തിയത് പ്രതിസന്ധി കാലത്തെ മാതൃക. അതേസമയം വാക്സിന്റെ വില ന്യായമല്ലെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വാക്സിന്
വില ഈടാക്കുന്നത് ന്യായമല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചത് ന്യായവിലയുമല്ല. ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് രണ്ടാം തരംഗത്തിൽ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ ഹൃദയഭേദകമെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തൻബർഗ്. ലോക ജനത ഇന്ത്യയ്ക്ക് വേണ്ടി മുന്നോട്ട് വരണമെന്നും ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നും ഗ്രറ്റ ട്വിറ്ററിൽ കുറിച്ചു. സ്കൈ ന്യൂസിന്റെ ഇന്ത്യയിൽ നിന്നുള്ള വീഡിയോ റിപ്പോർട്ടും ട്വിറ്ററിൽ പങ്കുവച്ചു. നേരത്തെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഗ്രറ്റയ്ക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് എം ശന്തനഗൌഡ അന്തരിച്ചു. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ ഇന്നലെ രാത്രിയാണ് അന്ത്യം സംഭവിച്ചത്. ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു ജസ്റ്റിസ് ശന്തനഗൌഡർ. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. കർണാടക സ്വദേശിയായ ശന്തനഗൌഡർ കർണാടക ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു. 2016 കേരള ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റ ജസ്റ്റിസ് ശന്തനഗൌഡർ 2017 സുപ്രീം കോടതി ജഡ്ജിയാകുന്നത്. അന്വേഷണം ഊർജിതമാക്കാൻ സർക്കാർ തീരുമാനം. ബിജെപിക്ക് വേണ്ടി കൊണ്ടുവന്ന കുഴൽപ്പണമാണ് കൊള്ളയടിക്കപ്പെട്ടത് എന്ന ആരോപണവുമായി ഇടതുമുന്നണി രംഗത്തെത്തി. കേസ് ഒതുക്കി തീർക്കാൻ ബിജെപി നേതൃത്വം ശ്രമിക്കുന്നുവെന്നും ഇടത് നേതൃത്വം ആരോപിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പാണ് തൃശൂർ കൊടകരയിൽ ഹവാല പണം കൊള്ളയടിക്കപ്പെട്ടത്. ഇതിനു സമാനമായി പാലക്കാടും പണം കൊള്ളയടിക്കാൻ ശ്രമം നടന്നു. കൊടകരയിലെ സംഭവത്തിൽ പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. സർക്കാരിൻ്റെ അടുത്ത് അതിൻ്റെതായ വിവരങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാം. ഇപ്പോൾ വിവരങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അന്വേഷിച്ച് നോക്കാം എന്താണെന്നുള്ളത്. എന്നാൽ രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. കേസ് ഒതുക്കി തീർക്കാൻ പ്രധാനപ്പെട്ട ബിജെപി നേതാക്കൾ ഇടപെട്ടതിന്റെ തെളിവുകളും രഹസ്യാന്വേഷണ വിഭാഗം മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഊർജിതമാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയത്. പരാതിക്കാരനെ സ്വാധീനിച്ച് കേസ് പിൻവലിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് 20 കോടിയുടെ കള്ളനോട്ടും 6 ലക്ഷം രൂപയുമായി ഇതര സംസ്ഥാനക്കാരായ 3 അംഗ സംഘം പിടിയിൽ. മറ്റൊരു സംഘത്തിന്റെ വാക്കു വിശ്വസിച്ച് എത്തിയവരാണ് വലയിലായത് എന്നാണ് സൂചന. അടിമുടി ദുരൂഹത നിറഞ്ഞ വ്യാജനോട്ട് ഇടപാടിന്റെ ഉള്ളറകൾ തേടിയുള്ള അന്വേഷണം പോലീസ് തുടങ്ങി. കാസർഗോഡുള്ള അജ്ഞാത സംഘത്തെ പറ്റിക്കാനാണ് 20 കോടിയുടെ കള്ളനോട്ടുമായി 3 അംഗ സംഘം എത്തിയതെന്നാണ് പോലീസ് നിഗമനം. വെള്ളിയാഴ്ച രാത്രി ഉദുമയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇന്നോവ കാറിലെത്തിയ സംഘം പിടിയിലായത്. പൂനെയിൽ താമസിക്കുന്ന മംഗളൂരു സ്വദേശി വിട്ടൽ നവാബ് ഹലീം ഷെയ്ഖ്, പൂനെ സ്വദേശി അനുഷിപ് അർജുൻ, മഹാരാഷ്ട്ര സോളാപൂർ സ്വദേശി നർസുമാനെ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 6 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുകയായിരുന്നു സംഘം. പെട്ടിയിൽ അടുക്കി വെച്ച നിലയിലായിരുന്നു 2000 രൂപയുടെ കള്ളനോട്ട് കെട്ടുകൾ. ഇതിനു മുകളിൽ 6 ലക്ഷം രൂപ വരുന്ന 2000ന്റെ ഒറിജിനൽ നോട്ടുകൾ നിരത്തിവെച്ച നിലയിലായിരുന്നു. സിനിമ ആവശ്യത്തിന് കൊണ്ടുപോകുന്ന ഫാൻസി നോട്ടുകളാണെന്നാണ് പിടിയിലായവർ പറഞ്ഞതെന്ന് CI TV പ്രതീഷ് പറഞ്ഞു. ഹിന്ദി സിനിമയുടെ നിർമ്മാതാവും പ്രവർത്തകരുമാണെന്നാണ് ഇവരുടെ അവകാശവാദം. അന്വേഷണത്തിൽ പിടിയിലായവർക്കെതിരെ മംഗളൂരുവിലും മഹാരാഷ്ട്രയിലും അടിപിടി കേസുകൾ ഉൾപ്പെടെയുണ്ടെന്ന് വ്യക്തമായി. ഇവർ സിനിമാ പ്രവർത്തകരല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഘത്തിൽ നിന്ന് പിടികൂടിയ മൊബൈൽ ഫോണിൽ അവസാനം വിളിച്ച നമ്പർ പശ്ചിമ ബംഗാളിലെ ഒരാളുടെ പേരിലുള്ളതാണ്. ഇവരോട് പണമിടപാട് ഉറപ്പിച്ചവർ പശ്ചിമ ബംഗാൾ സ്വദേശിയുടെ പേരിലെടുത്ത സിം കാർഡാണ് ഉപയോഗിക്കുന്നതെന്ന സംശയത്തിലാണ് പോലീസ്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. തൃശൂർ പൂരത്തിനിടെ ആൽമരം മുറിഞ്ഞു വീണ് 2 പേർ മരിച്ച സംഭവത്തിൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 ദിവസത്തിനകം കളക്ടർമാർക്ക് റിപ്പോർട്ട് കൈമാറും. മുറിഞ്ഞു വീണ ആൽമരത്തിന്റെ കൊമ്പിന്റെ അകവശം ചീഞ്ഞു പോയതാണ് വീഴാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കളക്ടർ ഇന്നലെ KFRIയോട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിയത്. ആൽമരത്തിന് 200 വർഷത്തോളം പഴക്കമുണ്ടെന്ന് സംഘം വിലയിരുത്തി. മുറിഞ്ഞു വീണ കൊമ്പിന്റെ അകവശം പൂർണ്ണമായും ചീഞ്ഞുപോയിട്ടുണ്ട്. ഇതാണ് ആൽമരത്തിന്റെ ശാഖ പൊട്ടിവീഴാൻ ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചു. ആൽമരത്തിന്റെ മറ്റ് ശാഖകളിലും ഇതേ അവസ്ഥയുണ്ട്. ആ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണം. 2 ദിവസത്തിനകം കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ആൽമരത്തിന്റെ ശാഖ പൊട്ടിവീണത് സംബന്ധിച്ച് സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അതേസമയം അപകടത്തിൽ മരിച്ച നടത്തറ സ്വദേശി രമേശിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. പൂങ്കുന്ന് സ്വദേശി രാധാകൃഷ്ണ മേനോന്റെ സംസ്കാരം തിങ്കളാഴ്ചയാണ്. ന്യൂസ് 18 തൃശൂർ. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം.
in association with അക്ഷരത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട.